ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലെ പുതിയ എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ. രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രമേയം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പാസാക്കി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. വയനാട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് റാഗിംഗ് നേരിട്ടെന്ന പരാതിയിൽ മന്ത്രി വി ശിവൻകുട്ടി വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാനത്ത് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ട്വന്റി ലോകകപ്പിൽ ഇന്ന് നെതർലൻഡ്സ് ദക്ഷിണാഫ്രിക്കയെയും ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലെ പുതിയ എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നരേന്ദ്രമോദിയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പ്രസിഡന്റ് ദ്രൌപദി മുർമു ക്ഷണിച്ചു. നാളെ വൈകിട്ട് 7:15-ന് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ശ്രീ നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിസഭാംഗങ്ങൾക്കും രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇന്നലെ പ്രസിഡന്റ് ദ്രൌപദി മുർമുവുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. നേരത്തെ ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ പ്രതിനിധി സംഘവും രാഷ്ട്രപതിയെ കണ്ട് നരേന്ദ്രമോദിയെ ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തതായി കാണിച്ച് കത്ത് നൽകിയിരുന്നു. എൻഡിഎ ഘടകകക്ഷികളുടെ പിന്തുണ അറിയിച്ചുള്ള കത്തും രാഷ്ട്രപതിക്ക് കൈമാറി. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീൺ കുമാർ ജുഗ്നോത്ത്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹാൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ശ്രീ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രമേയം യോഗം പാസാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരും മറ്റ് പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും തിരഞ്ഞെടുപ്പിൽ പോരാടി വിജയിച്ച കോൺഗ്രസിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളെയും പാർട്ടി അധ്യക്ഷൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിനന്ദിച്ചു. ന്യായ് യാത്ര ആരംഭിച്ച മണിപ്പൂരിൽ കോൺഗ്രസ് 2 സീറ്റുകളിലും വിജയിക്കുകയും നാഗാലാന്റ്, അസം, മേഘാലയ എന്നിവിടങ്ങളിൽ സീറ്റുകൾ നേടുകയും ചെയ്തു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിന് രാജ്യത്തുടനീളം കോൺഗ്രസിന് ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. INDIA സഖ്യത്തിലെ മറ്റ് കക്ഷികളുമായി ചേർന്ന് പാർലമെന്റിലും പുറത്തും പാർട്ടി ഐക്യത്തോടെയും ഒരുമിച്ചും പ്രവർത്തിക്കുമെന്ന് ശ്രീ ഖാർഗെ വ്യക്തമാക്കി. CWC യോഗത്തിന് പുറമെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ലോക്സഭാ എംപിമാരും രാജ്യസഭാ എംപിമാരും ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് ചേരുകയാണ്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ പരിശോധിക്കാൻ 4-അംഗ സമിതിക്ക് രൂപം നൽകിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 6 സെന്ററുകളിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതാണ് സമിതി പ്രധാനമായും പരിശോധിക്കുക. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റ് പരാതികളും സമിതി പരിശോധിക്കും. UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ സമിതി ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് നൽകും. അതേസമയം ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണം പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ NTA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് തള്ളി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഈ മാസം 10-ന് ആരംഭിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് ഇപ്പോൾ സഭാ സമ്മേളനം ചേരുന്നത്. ഫെബ്രുവരി 5-ന് സഭയിൽ അവതരിപ്പിച്ച ഈ വർഷത്തെ ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന അതത് സബ്ജക്ട് കമ്മിറ്റികൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു.
ആകെ 28 ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത്. ഈ മാസം 11 മുതൽ അടുത്ത മാസം 8 വരെ 13 ദിവസം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കും. സമ്മേളന കാലയളവിൽ 5 ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കും 8 ദിവസം ഗവൺമെന്റ് കാര്യങ്ങൾക്കുമായാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടുത്ത മാസം 25-ന് സമ്മേളനം അവസാനിക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. 4ാം ലോക കേരള സഭ ജൂൺ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് നടക്കും. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളടക്കം 200-ലധികം പ്രതിനിധികൾ ക്ഷണിതാക്കളായി പങ്കെടുക്കും. എമിഗ്രേഷൻ കരട് ബില്ല് 2021, വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ, സുസ്ഥിര പുനരധിവാസം, നൂതന ആശയങ്ങൾ എന്നിങ്ങനെ 8 വിഷയങ്ങളിൽ അവതരണങ്ങൾ നടക്കും. വയനാട്ടിൽ മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് റാഗിംഗ് നേരിട്ടു എന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വകുപ്പുതല അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ അക്കാഡമിക്സ് എ അബൂബക്കറിനെ മന്ത്രി ചുമതലപ്പെടുത്തി. വയനാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് സംഭവസ്ഥലം സന്ദർശിക്കാനും ഇരയായ കുട്ടിയെയും രക്ഷിതാക്കളെയും നേരിൽ കാണാനും മന്ത്രി നിർദ്ദേശം നൽകി. വയനാട് എസ്പിയുമായി മന്ത്രി ഫോണിൽ ആശയവിനിമയം നടത്തി. വിദ്യാർത്ഥിയുടെ അമ്മയെയും സ്കൂൾ PTA പ്രസിഡന്റിനെയും മന്ത്രി ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. റാഗിംഗ് ഒരു കാരണവശാലും ക്യാമ്പസിൽ അനുവദിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് മുഖ്യമന്ത്രി പാഠം ഉൾക്കൊണ്ടില്ലെന്നും തിരുത്തലിന് തയ്യാറല്ലെന്നുമുള്ള പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറിലോസിനെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പൌരനെന്ന നിലയിൽ ബിഷപ്പിന് സർക്കാരിനെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിനോട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം തരംതാണതാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ പരാമർശം ക്രൈസ്തവ സഭയോടുള്ള അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും ഇരട്ട നീതിയുടെ തെളിവാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപണം ഉന്നയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ. ട്രോളിംഗ് നിരോധനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. നാളെ അർദ്ധരാത്രി 12 മണിക്ക് നിലവിൽ വരുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി 12 വരെ നീളും. തീരത്ത് നിന്ന് 22 കിലോമീറ്റർ ദൂരത്തിൽ മീൻ പിടിക്കാൻ അനുവദിക്കില്ല. നിരോധന കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകളിലെ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിക്കും. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുമ്പ് ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷനും അനുവദിക്കും. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും സംയുക്ത സേവനം നൽകും. 2020 ലോകകപ്പിലെ ആവേശ പോരാട്ടമായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ നടക്കും. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ന് രാത്രി 8-ന് നെതർലൻഡ്സ് ദക്ഷിണാഫ്രിക്കയെയും 10:30-ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും നേരിടും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ മഹാരാഷ്ട്ര മുതൽ വടക്കൻ കേരള തീരത്തിന് സമീപം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിന്റെ സ്വാധീനത്താൽ ആണ് ഇത്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 11 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കൊല്ലം ജില്ലയിൽ കൊട്ടിയം പ്രദേശത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ വീണ സരോജിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിലൂടെയും മലിനമായ ജലത്തിന്റെ ഉപയോഗവും വഴിയാണ് രോഗം പിടിപെട്ടിരിക്കുന്നതെന്ന് യോഗം വിലയിരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലെ പുതിയ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ. രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രമേയം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പാസാക്കി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. വയനാട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് റാഗിംഗ് നേരിട്ടെന്ന പരാതിയിൽ മന്ത്രി വി ശിവൻകുട്ടി വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടു.
സംസ്ഥാനത്ത് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ട്വന്റി ലോകകപ്പിൽ ഇന്ന് നെതർലൻഡ്സ് ദക്ഷിണാഫ്രിക്കയെയും ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.